എല്ലാവർക്കും ഷാവഞ്ചി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു പ്രോട്ടീൻ സ്നാക്കാണ്. ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് മാളുകൾ ഇഷ്ടം പോലെയുണ്ട്. മാളുകളിലൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കുറച്ച് പിസ്താഷ്യ വാങ്ങിയിട്ടുണ്ട്. ഈ പിസ്താഷ്യ നമുക്ക് ചെറിയ പാക്കറ്റായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇത് ചെറിയൊരു പാക്കറ്റാണ്. ഇതിനോടൊപ്പം തന്നെ ചേർക്കാൻ കുറച്ച് ഈന്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാക്കറ്റുകളിൽ ഇപ്പോൾ ഈന്തപ്പഴം വാങ്ങാൻ കിട്ടും. ഇത്രയും സാധനങ്ങളാണ് മെയിൻലി ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്തിൽ എക്സ്ട്രാ ഷുഗറോ ശർക്കരയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഈന്തപ്പഴം ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കവറുകൾ കിട്ടുന്ന ഉടനെ നമ്മൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈന്തപ്പഴത്തിനെ നമുക്ക് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാം. ഇത് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും. നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ പാക്കറ്റായിട്ട് ഷോപ്പിലുണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ചു തന്നേ ഉള്ളൂ. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. രണ്ടാമത്തെ പാക്കറ്റും പൊട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ കുരു ഒന്നും ഇപ്പോൾ കളയണ്ട. ഇത് സ്റ്റീമായി വരുന്നുടനെ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ചൊന്നിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് അഴുക്കൊന്നും ഇല്ലാത്ത ഈന്തപ്പഴമാണ്. നമ്മൾ വാങ്ങുന്ന ഉടനെ അഴുക്കൊന്നും ഇല്ലാത്ത ഈന്തപ്പഴം നോക്കി, മണ്ണൊന്നും ഇല്ലാത്ത ഈന്തപ്പഴം നോക്കി എടുക്കണം. ഇപ്പോൾ ഈ ഈന്തപ്പഴം എല്ലാം നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ടൈപ്പിലുള്ള ഈന്തപ്പഴമാണ്. കുറച്ച് ഡാർക്ക് കളറും കുറച്ച് ലൈറ്റ് കളറും ആയിട്ടുള്ളത്. ഇതിനെ ഇനി നമുക്ക് സ്റ്റീം കുക്ക് ചെയ്തെടുക്കാം. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതെടുത്ത് വയ്ക്കാം. സ്റ്റീം വന്നതിന് ശേഷം 5 മിനിറ്റ് ഇതിലിരുന്ന് അത് കുക്കാകണം. ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സ് റെഡിയാക്കി എടുക്കാം. പിസ്താഷ്യോ ഇത്രയും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അത് ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇത് നമ്മൾ പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതൊന്നും നമ്മൾ കളയണ്ട. നമ്മൾ ഈ തവിടുള്ള അരി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് അതിൻ്റെ ഒരു ഫൈബർ കണ്ടൻറ്റാണ്. അതിൻ്റെ ഈ ഷെല്ല് മാത്രം പൊളിച്ച് കളഞ്ഞാൽ മതി. ഇത് അതിലൊട്ടിയിരിക്കുന്നതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അത് അതിൻ്റെ കൂടെ ഇളകി പോകുന്നതൊക്കെ അങ്ങ് പൊക്കോട്ടെ. പിസ്താഷ്യ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതൽ റെഡിയാക്കുന്നത് കൊണ്ട് ഈ നട്ട്സ് എല്ലാം ഞാൻ എടുത്തു. ഇതിനകത്തിൽ ബദാമുണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, റേസിൻസ് ഉണ്ട്. റേസിൻസ് ബ്ലാക്കും ഉണ്ട്, മഞ്ഞ കളറിലതുണ്ട്. വാൾനട്ട് ഉണ്ട്, ഹേസൽ നട്ട് ഉണ്ട്. ഇതിനകത്തിലും പിസ്താഷ്യ ഉണ്ട് കേട്ടോ. ഇതാ പംകിൻ കുരു. അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. തണ്ണിമത്തൻ്റെ കുരു ഉണ്ട്. ചില ഫ്രൂട്ട്സ് എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് ഞാൻ കുറച്ച് സെപ്പറേറ്റ് വാങ്ങിയതായിരുന്നു. നട്ട്സിലുണ്ടായിരുന്ന കുറച്ചുണ്ടായിരുന്നു. അതുകൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടു. പിസ്താഷ്യോ, ഉണങ്ങിയ മുന്തിരി ഇത്രയുണ്ട്. ഇതിൻ്റെ കൂടെ വേറെ ചില ഫ്രൂട്ട്സൊക്കെ ഉണങ്ങിയതുണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല. അതല്ല, നമ്മളൊക്കെ പ്രായമാകുമ്പോൾ നമ്മളാരും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് പറയുന്നതല്ല. ഫ്രൂട്ട്സൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും പേര് മനസ്സിലാവില്ല. ഇതിനകത്തിൽ ഈ പംകിൻ്റെ സീഡ്സ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് പംകിൻ സീഡ്സ് ചേർക്കുന്നുണ്ട്. ഈ പംകിൻ സീഡ്സ് ഇപ്പോൾ ഇങ്ങനെ പാക്കറ്റിൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇതിലെഴുതിയിരിക്കുന്നുണ്ടോ പംകിൻ സീഡ്സ്. ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല പച്ച കളറുമാണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാം. നല്ല വൃത്തിയുള്ള പംകിൻ സീഡ്സ് ആണിത്. ഞങ്ങളുടെ അവിടെയൊക്കെ മത്തങ്ങ എന്നാണ് അതിന് പറയുക. അതിൻ്റെ അരിയാണിത്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നട്ട്സ് നമുക്ക് എടുക്കാം. ഇതിനകത്തിൽ ആ പംകിൻ്റെ സീഡ്സ് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സ്റ്റീം കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന ഈന്തപ്പഴം എന്തായി നോക്കാം. ഇതിന് നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈന്തപ്പഴം ഇപ്പം വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്നറിയാൻ നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കാം. ഇതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി നോക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇളകി വരും. ഒട്ടും ബുദ്ധിമുട്ടാതെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഇതേപോലെയുള്ള വലിപ്പമുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊന്ന് നിരത്തിയിടാം. കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും ഇത് തണുക്കും. ഇത് നല്ല ചൂടാണിപ്പോൾ. ഒരു കാരണവശാലും നമ്മുടെ കൈയൊന്നും പൊള്ളാതെ നോക്കണം. പാനിൻ്റെ കാറ്റടിക്കുന്നിടത്ത് വെച്ചിട്ടായാലും ഇത് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു പാൻ വയ്ക്കാം. ഈ പാനിലേക്ക് ചില സാധനങ്ങളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരാം. അപ്പോൾ ഈ കാഷ്യൂനട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ ഈ റേസിൻസ് ഇട്ടൊന്ന് വറുത്തെടുക്കാം.
ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ പൊടിഞ്ഞ നട്ട്സൊക്കെ കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം ഇതിൻ്റെ കൂടെ കിടന്നുണ്ട്. ഇത് പല ടൈപ്പിലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളാണ്. ഇതിപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനി ഇവിടെ മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് പംകിൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പംകിൻ റെഡിയാക്കാൻ തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം, നല്ലൊരു മണവും വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പംകിൻ റോസ്റ്റ് ആയിട്ടുണ്ടോന്ന്. ഇപ്പോൾ പംകിന് റെഡി ആയി കിട്ടി. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. ഇത് ഒന്ന് തണുക്കട്ടെ. ആദ്യം നമ്മൾ ക്രഷ് ചെയ്യാൻ പോകുന്നത് വാൾനട്ടാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് അരയരുത്, അരഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് വരും, പിന്നെ ഒരു ചൊവ്വയായിരിക്കും ഇതിന്. ഇനി നമ്മൾ പൊടിക്കുന്നത് ബദാമാണ്. ബദാം ഒന്നും നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പൾസിൽ ഇങ്ങനെ വിട്ട് വിട്ട് പൊടിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോയിട്ടില്ല, നമുക്ക് നന്നായിട്ട് ക്രഷായി കിട്ടി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയൊരു ഓരോ പീസുകൾ കിടക്കുന്ന അങ്ങനെ കിടന്നിട്ട് അത് നമുക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായി മാറത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടാം. ഇനി പൊടിക്കുന്നത് പിസ്താഷ്യോ. അപ്പോൾ പിസ്താഷ്യോ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ തരിപ്പായിട്ട് ഇങ്ങനെ പീസസ് കിടപ്പുണ്ട്, അത് അങ്ങനെ തന്നെ കിടക്കണം. അത് നമുക്കിതിൻ്റെ കൂടെ ഇടാം. ഇനി നമ്മൾ ക്രഷ് ചെയ്യുന്നത് ഹേസൽനട്ട്. അപ്പോൾ അതും ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അത് ഇതിനോടൊപ്പം ഇടാം. ഇനി നമ്മൾ പൊടിക്കുന്നത് കാഷ്യൂനട്ട്. കാഷ്യൂനട്ടും പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പംകിൻ സീഡ്സ്. ഇപ്പോൾ പൊടിച്ച് കിട്ടാനുള്ളതെല്ലാം നമ്മൾ പൊടിച്ചെടുത്തു. നമ്മളെടുത്ത അത്രയും നട്ട്സ് പൊടിച്ചെടുത്തപ്പോൾ ഇത്രയുമായി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ ഈന്തപ്പഴം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുരു കളഞ്ഞിട്ടെടുക്കാം. ഇതിൻ്റെ കുരു കളഞ്ഞിട്ടെടുക്കാനായിട്ട് ഒരു കത്തി എടുത്തിട്ടെടുക്കുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തെറ്റിച്ചെടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോകും. ഇതിൻ്റെ കുരു കളയുമ്പോൾ ഇതിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ചുവട് ഭാഗം ഇങ്ങനെ കട്ടിയായിട്ടിരിക്കില്ല, അതും എടുത്താൽ കളയണം. ഇതിന് ഇച്ചിരി സമയം വേണ്ടി വരുന്നത് ഇതിൻ്റെ ഈ കുരു കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മുടെ വീട്ടിലിപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ അവരെല്ലാം കൂടെ വിളിച്ചാൽ പെട്ടെന്ന് ആ ജോലി നമുക്ക് തീർത്തെടുക്കാം. ചിലതൊക്കെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വേഗം തെറ്റിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇതിലിപ്പോൾ ഒട്ടും തന്നെ വെള്ളമയമില്ല, നമ്മുടെ കയ്യിലും വെള്ളമയം ആകരുത്. കൈ നനയാത്ത കൈ കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ ഒക്കെ സിറപ്പ് മേടിക്കാൻ കിട്ടാറില്ലേ, ഇതിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ സിറപ്പ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ കുരു എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കയ്യിൽ നല്ല വൃത്തിയുള്ള ഗ്ലൗസ് ഒക്കെ എടുത്തിട്ട് 2 കൈകളും ഇത് യൂസ് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് എടുത്തിട്ടത്. ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ കഴിക്കും. അപ്പോൾ നമ്മൾ 2 കൈയും കൊണ്ട് യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ പാത്രത്തിൽ ഇതിങ്ങനെ ഒന്ന് നിരത്തി വെച്ചു. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ഈ നട്ട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ നെയ്യോടെ അതിലേക്ക് വീഴട്ടെ. ഇതിലേക്ക് 1/4 സ്പൂൺ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ച കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇതിൽ 1/2 സ്പൂൺ ചുക്കുപൊടി ഇടുന്നുണ്ട്, പിഞ്ച് സോൾട്ടും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് കുറേശ്ശെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ സാധാരണ ചെയ്യുമ്പോഴെല്ലാം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യാറുണ്ട്. ഈന്തപ്പഴമൊക്കെ നമുക്ക് ഈസിലി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കാഷ്യൂനട്ടൊക്കെ ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ ഇത്രയൊന്നും നട്ട്സ് ഇല്ലെങ്കിലും കിട്ടുന്ന നട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയൊന്നും നട്ട്സ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ ചെല്ലുന്നതിന്. പക്ഷേ അതിൻ്റെ വില കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്ര ഭയങ്കര വിലയാണ്. അങ്ങനെ ഞാനിത് പലതവണ ഇവിടെ ശരിയാക്കി നോക്കിയപ്പം പലർക്കും ഇഷ്ടപ്പെട്ടു, പലർക്കും ഒരു കൗതുകവും അത്ഭുതവും ഒക്കെ ആയിരുന്നു ഇതൊക്കെ എങ്ങനെ വീട്ടിൽ ശരിയാക്കി എടുക്കുമെന്ന്. അവരൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഇതൊക്കെ എങ്ങനെയാണ് ശരിയാക്കുകയെന്ന്. ഇപ്പോൾ പിന്നെ ഈ യൂട്യൂബിലൂടെ അവർക്കൊക്കെ കാണാമല്ലോ. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആദ്യം ഞാൻ കുറച്ച് ചെയ്യുന്നത് ഉരുളകളാക്കി എടുക്കുകയാണ്. നല്ല ഒരു ഉരുളയായി. ഇതിനെ ഒന്ന് അലങ്കരിച്ചെടുത്താൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള സാധനമാകും. ഇപ്പം ഞാനിത് കുറച്ചേറെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്തിൽ അഡീഷണലായിട്ട് നമ്മൾ ഷുഗറോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഈന്തപ്പഴം മാത്രമാണ് ഇതിൻ്റെ മധുരം. കുറച്ച് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ഷേപ്പിലാക്കി കാണിച്ചു തരാം. ഇതൊക്കെ ഈ മാളുകളിലെ ഓരോ ചെറിയ ബോട്ടിലുകളിലാക്കി വെക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ വിലമായിട്ട് നമ്മൾ തിരിഞ്ഞു പോരുന്നത്. ഇതാ നോക്കൂ,
എന്തുമാത്രം കാശിന് വിൽക്കാൻ പറ്റും ഇത്? എത്ര രൂപയുടെ സാധനം ഉണ്ടാവും ഇത്? ഇനി ഞാൻ വേറെ രീതി നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറച്ച് ഉണങ്ങിയ തേങ്ങയാണ്, തേങ്ങാപ്പൊടി. ഈ കുറച്ച് ഉണങ്ങിയ തേങ്ങാപ്പൊടി ഇങ്ങനെ എടുത്തിട്ട് ഈ തേങ്ങാപ്പൊടിക്ക് അകത്തിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കറക്കിയെടുത്താൽ ഇത് വേറൊരു വെറൈറ്റി. നോക്ക്, ഇങ്ങനെയും ആളുകളിൽ ഇരിപ്പുണ്ട്. ഇതൊന്നും എന്നെ ആരും കാണിച്ചു തന്നാലോ കേട്ടോ, ഞാൻ തന്നെ അങ്ങ് ചെയ്ത് ശീലിക്കുന്നതാണ്. ഈ തേങ്ങാപ്പൊടിയൊക്കെ ഇപ്പം നമുക്ക് മാളുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് പക്ഷേ കനപ്പില്ലാത്ത തേങ്ങാപ്പൊടി വേണം, നല്ല ഫ്രഷായ തേങ്ങാപ്പൊടി നോക്കി വേണം മേടിക്കാൻ, ഇല്ലെങ്കിൽ അതിനൊരു കനച്ച ചെവ വരും. അപ്പോൾ നമ്മൾ ആ ഒരു വെറൈറ്റിയും കഴിഞ്ഞു. ഇപ്പോൾ കോക്കനട്ട് പൗഡറിൽ റെഡിയാക്കി എടുത്ത സ്നാക്സാണിത്. നല്ല പ്രോട്ടീൻ സ്നാക്കാണ് ഇത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇങ്ങനെയൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്ന. പക്ഷെ നമ്മൾ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കാം. ഒരു കടയിലും പോയി നമ്മൾ കാശ് അത്രത്തോളം ചിലവഴിക്കേണ്ട. ഇത് നമുക്ക് എന്ത് ഭംഗിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്ന്. ഇതൊക്കെ നമ്മൾ ടേബിളിലേക്ക് കൊണ്ടുവച്ചാൽ ആൾക്കാർ വിശ്വസിക്കും ഇതൊക്കെ നമ്മൾ വീട്ടിൽ ശരിയാക്കിയതാണെന്ന്. നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അത് ശരിയാക്കി എടുക്കാനായിട്ട് ഇതുമാതിരിയുള്ള 2 ചെറിയ ബേക്കിംഗ് പേപ്പർ എടുക്കുക. അത് നമുക്ക് എടുത്തിട്ട് അതിലേക്ക് ഇത് വയ്ക്കാം. ബേക്കിംഗ് പേപ്പർ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറായാലും മതി, നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവർ. ഇത് എത്ര ഇതിനകത്തിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പരത്തി കൊടുത്താൽ മതി. വേറൊരു പേപ്പറും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ 2 ഷീറ്റ് പ്ലാസ്റ്റിക് വേണം. ഒരെണ്ണം അടിക്കും വെച്ച് കൊടുക്കണം, ഒരെണ്ണം മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തിയതിന് ശേഷം, ഒരുപാട് അങ്ങ് അമർത്തണ്ട, നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ പരന്ന് വന്നിട്ടുണ്ട്. നമ്മൾ കൈ ഇതിൻ്റെ മുകളിൽ തന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് ഒരു കത്തി എടുക്കുക. നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനെ ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. നല്ല ഷേപ്പായി വന്നിട്ടുണ്ട്. ഇതിനെ നമ്മളിങ്ങനെ പീസാക്കി എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് താഴ്വശം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇത് നന്നായിട്ട് കട്ടായിട്ടുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ വെച്ച് അമർത്തുമ്പോൾ തന്നെ നമുക്കറിയാം. എന്നിട്ട് ഇതിനെ നമുക്ക് ക്രോസിനും കട്ട് ചെയ്യാം. അതൊക്കെ നമ്മളിങ്ങനെ കത്തി പൊക്കി എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ സ്റ്റിക്കായി വരും. ഇത് കണ്ടല്ലോ, ഇതായത് കണ്ട ചെറിയ ചെറിയ ഓരോ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പായി വന്നിട്ടുണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ പരന്നിരിക്കുന്നത് കൊണ്ട് പ്രസ് ചെയ്ത് വെക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റരുത്. ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഉറയും. അപ്പോൾ നമുക്കിങ്ങനെ ക്രാക്ക് ചെയ്യുന്ന പോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ട, ഇതെന്ത് ഭംഗിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കോക്കനട്ട് ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. വെറുതെ ഇങ്ങനെ നിട്ടിരുന്നാൽ മതി. കോക്കനട്ടും കൂടെ ഇട്ടപ്പോൾ അതിൻ്റെ രൂപം മാറിയത് കണ്ടോ. ഇത്രയുമാണ് ഞാൻ ശരിയാക്കിയത്. ഞാൻ 3 രീതിയിലുള്ള സ്നാക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ സ്നാക്കാണിത്. ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഉന്മേഷവും തരും. ഇതാണ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഷേപ്പ് നോക്കുക, എന്ത് ഭംഗിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് പീസായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഷോപ്പുകളിലൊക്കെ പോയി ഒരുപാട് കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കാൻ ഇടയാകണ്ട. പിന്നെ ഇത് കണ്ടാലും വാങ്ങിക്കാതെ പോരുകയും ചെയ്യും കാശിൻ്റെ വില ഓർക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ പുറത്തിരുന്നോളും, കേടാകുകയില്ല. കാരണം ഈന്തപ്പഴം നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചിരുന്നപ്പോൾ തന്നെ അതിൻ്റെ ജലാംശം എല്ലാം പോയി. പിന്നീട് ഈന്തപ്പഴത്തിൻ്റെ മയം മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഇത് കേടാകുകയില്ല. ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും ചീത്തയാകില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ച വരെ ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ട് കഴിക്കാം. പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ചെറിയ ചെറിയ ടിന്നുകളിലാക്കി നമുക്ക് ഫ്രീസറിലും കീപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടാൽ കഴിക്കാനും തോന്നും. ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും. കാരണം ഇതിൽ ചേർന്നിരിക്കുന്നതെല്ലാം അത്രത്തോളം ഹെൽത്തി ആയ സാധനങ്ങളാണ്. ഇതിനകത്തിൽ അഡീഷണലായിട്ട് യാതൊരു ഷുഗറും ചേർത്തിട്ടില്ല. ഈ ഈന്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഇതിലുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.